വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അപ്പൊ ഇവിടെ വന്നപ്പോ ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരുന്നു. അപ്പൊ ഷൈൻ സ്റ്റുഡന്റ് ആയിട്ട് വന്നു. അപ്പം പാർട്ട് ടൈം ചെയ്തിട്ട് ഫുൾ ഫീസ് അടയ്ക്കാൻ വേണ്ടിട്ട് പറ്റുമോ? അതിന് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഫീൽഡിൽ, അതായത് ഇലക്ട്രോണിക്സിൽ തന്നെ ഒരു എഞ്ചിനീയർ ആയിട്ട് എനിക്ക് പാർട്ട് ടൈം കിട്ടി. പിന്നെ ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? ഉണ്ടായിരുന്നോ? നല്ല ടഫ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു? സ്റ്റുഡൻസ് വരുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് UK വരുമ്പോഴത്തേക്കിനും? ഒരു മെയിൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ജോബ് ഹണ്ടിങ്ങിന് നമ്മുടെ വിസ സ്പോൺസർ ചെയ്ത സമയത്ത് ഇപ്പം അവർ തന്നെയാണോ നമ്മുടെ വിസ ഫീസും കാര്യങ്ങളും ഫുൾ ചെയ്തത്? നമുക്ക് എന്തെങ്കിലും ചെലവ് വേണ്ടി വന്നിരുന്നോ? ഈ സ്പോൺസർഷിപ്പ് കിട്ടും നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇതിപ്പോ കയറിയ സമയത്ത് അവരിങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇതൊരു കീ ടെക്നിക്ക് തന്നെയാണല്ലേ ഇത്? ഇതൊരു കീ ടെക്നിക്കാണ്. ഇത് നാട്ടിൽ തന്നെ കുറെ പേര് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ UK ചെയ്യുമ്പോൾ നമുക്ക് ആ മാർക്കറ്റ് എന്താണെന്ന് കുറച്ചും കൂടി നമുക്ക് നേരത്തെ അറിയാൻ പറ്റും, അഡ്വാൻസ് ആയിട്ട്. അപ്പം ഇന്ന് ഞാനൊരു എന്താ പറയുക, വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മുടെ UK റീസെൻ്റ്ലി ഒരു 2021 തൊട്ടിട്ടൊക്കെയാണെന്ന് തോന്നുന്നു ഒരുപാട് സ്റ്റുഡൻസ് UK വരാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു വിസ എന്ന് പറയുന്നത് കറൻ്റ്ലി അല്ല ഇപ്പം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് തന്നെയാണ്. നല്ലൊരു മെജോറിറ്റി പോർഷൻസ് സ്റ്റുഡൻസ് വരുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇപ്പം പല പല സ്ഥലങ്ങളിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉള്ളതുകൊണ്ട് ഈ സ്റ്റുഡൻസ് വരുന്നവർ എങ്ങനെയാണ് വർക്ക് വിസ കിട്ടിയോ, അതുപോലെ അവർ വന്ന ആ ഒരു ലൈഫിൽ അവർ അച്ചീവ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എല്ലാവരും ഒന്നും അറിയാറില്ല. വളരെ ചുരുക്കം പേരുടെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പല പല വീഡിയോസിലും എങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ അറിയാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ UK വന്നിട്ട് സക്സസ് ആയി മാസ്റ്റേഴ്സ് എടുത്തു, അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ആ ഒരു ഫീൽഡിൽ തന്നെ സെയിം ഫീൽഡ്, അപ്പോൾ ഞാൻ ഫീൽഡിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്, ചിലർക്കൊക്കെ വർക്ക് വിസ കിട്ടുന്നുണ്ട്. പക്ഷെങ്കിൽ സെയിം ഫീൽഡ് തന്നെ ആവണമെന്നില്ല. എന്നാൽ സെയിം ഫീൽഡിൽ തന്നെ വന്ന് പഠിച്ച ഫീൽഡിൽ തന്നെ വർക്ക് വിസയൊക്കെയും കിട്ടി അച്ചീവ്മെൻറ്റ് നന്നായിട്ട് അച്ചീവ് ചെയ്ത ഒരു ആളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അതിഥിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആളുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും ഞാനായിട്ട് പറയുന്നില്ല, നമുക്ക് ആളോട് തന്നെ ചോദിച്ചറിയാം. ഹലോ LS ടെക്സിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു കുട്ടി ഇൻട്രൊഡക്ഷൻ പോലെ തരാമോ? എൻ്റെ പേര് ഷൈൻ എന്നാണ്. ഞാൻ നാട്ടിലെ എടപ്പള്ളിയിലാണ് വീട്. ഞാനിവിടെ സെപ്റ്റംബർ 2021 ഇൻടേക്കിലാണ് എത്തിയത്. 1.5 വർഷമായി UK വന്നിട്ട്. ഓക്കെ, അപ്പം മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അതെ, മാസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രോണിക്സ് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടണിലാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 1.5 വർഷമായി UK വന്നിട്ട്. 1.5 വർഷം. അതെ. ഓക്കെ, അപ്പം നാട്ടിൽ എന്താ ചെയ്തിരുന്നത്? നാട്ടിൽ പഠിച്ചതും കാര്യങ്ങളൊക്കെ? നാട്ടിൽ ഞാനൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. 5 ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്നിട്ടാണ് മാസ്റ്റേഴ്സ് ചെയ്യാൻ UK എത്തിയത്. അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവിടെ 5 ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടാണ് UK വന്നത്. കൊച്ചിയിലും ബാംഗ്ലൂരായിട്ട് വർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ UK സെലക്ട് ചെയ്തത്? UK സെലക്ട് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എനിക്ക് ഒരു നല്ല യൂണിവേഴ്സിറ്റി കിട്ടി. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ ഒരു അത്യാവശ്യം ഹൈലി റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ UK ഒത്തിരി ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിനും പിന്നെ എഞ്ചിനീയറിംഗിന് ഇൻ ജനറൽ നല്ല സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്തിരുന്നു. ഞാൻ ജോബ് മാർക്കറ്റിൽ തന്നെ കുറച്ച് തപ്പിയിരുന്നു, എന്തൊക്കെയാണ് എൻ്റെ കീ റോൾസ് ഒക്കെ നോക്കി. അതൊക്കെ ഒരുവിധം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടുത്തെ വർക്ക് കൾച്ചർ കുറച്ചുകൂടി യൂറോപ്പിലെ ഇൻ ജനറൽ നല്ലതാണ്. UK പിന്നെ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് UK പ്രിഫർ ചെയ്തു. കുറെ കാരണങ്ങളുണ്ട്, ഇതാണ് മെയിൻ കാരണം. അപ്പൊ അങ്ങനെ ഇവിടെ എത്തി. അപ്പം UK വന്നിട്ട് എന്തായാലും ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞല്ലോ ഇപ്പം. അപ്പം നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും കുറെ എക്സ്പെക്ടേഷൻസ് കാണുമല്ലോ UK കുറിച്ചിട്ട്. UK കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ. അപ്പൊ അതുപോലൊക്കെ തന്നെയാണോ ഇപ്പം നിലവിൽ വന്നപ്പം? പിന്നെ ഹാപ്പിയാണോ? എങ്ങനെയാണ് UK ഒരു ലൈഫ് പോകുന്നത് ഇപ്പം? ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ ഹാപ്പിയാണ്. സ്റ്റുഡന്റ് വന്നിട്ട് അത്യാവശ്യം കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അക്കാഡമിക് മാത്രമല്ല, ഞാൻ പൊതുവെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരുന്നു. അപ്പൊ ഒരുമാതിരി A to Z കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പ്ലസ് അക്കാഡമിക്കലി യൂണിവേഴ്സിറ്റീസിൽ നിന്നും ഒത്തിരി നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ നല്ല UK ഓവറോൾ ഇവിടുത്തെ സിസ്റ്റം നല്ലതാണ്. എസ്പെഷ്യലി ട്രാഫിക് സിസ്റ്റം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ലൈൻ ഡിസിപ്ലിൻ അതൊക്കെ. പിന്നെ ഇൻ ജനറൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നു ഇവിടുത്തെ വർക്ക് കൾച്ചർ നല്ലതാണ്. കുറച്ചുകൂടി നമുക്ക് ഫ്രീഡം ഉണ്ട് കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെയൊക്കെ. എക്സ്പെക്ടേഷൻ ഒരുമാതിരി എല്ലാം മീറ്റ് ചെയ്തു അല്ലേ? നമ്മൾ അതൊക്കെ അറിഞ്ഞിട്ട് തന്നെ. ഇപ്പൊ എക്സ്പെൻസീവ് ആണെന്ന് ഇപ്പൊ പറയാറുണ്ടല്ലോ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത്. അപ്പൊ
എക്സ്പെൻസീവ് ആണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത്. ഞാൻ ഒരുവിധം മാർക്ക് എങ്ങനെയുണ്ടെന്ന് റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. പിന്നെ കുറച്ച് പേര് ഇവിടെ ഓൾറെഡി ഉള്ളവരും പിന്നെ കുറച്ച് വ്ളോഗ്സ് ഒക്കെ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ എക്സ്പെൻസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആളുകൾ UK വരുന്ന സമയത്ത് വന്നു കഴിഞ്ഞിട്ട് അവർ പറയാറുണ്ട്, അയ്യോ ഇത്രയും എക്സ്പെൻസീവ് ആയിരുന്നല്ലേ, അങ്ങനെ പ്രതീക്ഷിച്ചില്ല നമ്മൾ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് ആളുകൾ പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് നമ്മുടെ ഈ പാർട്ട് ടൈം. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആവുന്ന സമയത്ത് എന്തായാലും നമുക്കൊരു പാർട്ട് ടൈം ജോബ് വേണം അല്ലേ? അപ്പോൾ പാർട്ട് ടൈം ജോബ് വേണം. അപ്പോൾ പാർട്ട് ടൈമും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഞാൻ ചോദിക്കുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്റ്റുഡൻസ് അതുപോലെ എല്ലാവരും അറിയാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്ക് ഫീസ്. നമ്മൾ പാർട്ട് ടൈം ചെയ്ത് വേണം നമ്മുടെ ഫീസ് അടയ്ക്കാൻ. അത് ഫുൾ അടയ്ക്കാൻ പറ്റുമെന്ന് ചിലർ പറയുന്നവരുണ്ട്, ചിലർ എന്നാൽ അത്രയൊന്നും പറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഷൈൻ സ്റ്റുഡൻറ്റ് ആയിട്ട് വന്നു. അപ്പം പാർട്ട് ടൈം ചെയ്തിട്ട് ഫുൾ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? പേഴ്സണലി ഫുൾ ഫീസ് അടയ്ക്കാൻ പറ്റില്ല. പാർട്ട് ടൈം ചെയ്ത് നമുക്ക് നമ്മുടെ റെൻ്റ് അടയ്ക്കാൻ പറ്റും. പിന്നെ നമ്മുടെ മന്ത്ലി എക്സ്പെൻസസ് ഗ്രോസറീസും അങ്ങനെ ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഫീസ് നമുക്ക് അടയ്ക്കാൻ പറ്റും. മൊത്തം ഒരിക്കലും അടയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 20 hours വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും അത് പാടായിരിക്കും. ഷൈൻ UK വന്നിട്ടും പാർട്ട് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ പാർട്ട് ടൈമിൽ ഒരു വ്യത്യസ്തതയുണ്ട്. അപ്പം പാർട്ട് ടൈം ഷൈൻ ചെയ്തത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്, ആ കാര്യങ്ങളൊക്കെ നമ്മളോടൊന്ന് പറയാമോ? ഞാൻ ആദ്യം പാർട്ട് ടൈം ചെയ്തത് വന്നിട്ട് 1 മാസത്തിനുള്ളിൽ ചെയ്ത പാർട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്സിലും അവിടുത്തെ ഫുട്ബോൾ സ്റ്റേഡിയത്തിലൊക്കെ ആയിരുന്നു. അതിന് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫീൽഡിൽ, അതായത് ഇലക്ട്രോണിക്സിൽ തന്നെ ഒരു എഞ്ചിനീയറായിട്ട് എനിക്ക് പാർട്ട് ടൈം കിട്ടി. 20 hours. അപ്പം നമ്മുടെ നാട്ടിൽ ചെയ്ത സെയിം ഫീൽഡിൽ തന്നെ ഇവിടെ വന്നു പാർട്ട് ടൈം തന്നെ കിട്ടി അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു 1 മാസം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് കിട്ടിയൊരു ജോബാണ് അങ്ങനെ. അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഇനീഷ്യൽ സ്റ്റേജിൽ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് ആ ഒരു പാർട്ട് ടൈം? അത് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തു. ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എൻ്റെ റെസ്യൂമേ പ്രിപ്പയർ ചെയ്ത് വെച്ചു. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ജോബ് മാർക്കറ്റ് അനുസരിച്ച് ലിങ്ക്ഡിനിലൊക്കെ നമ്മൾ കീവേഡ്സ് എല്ലാം നോക്കി നമുക്ക് ഉള്ള സ്കിൽസ് കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്ത് റെസ്യൂമേലിട്ടു. പിന്നെ ലിങ്ക്ഡിനിലും ഇൻഡീഡും അങ്ങനെയുള്ള വെബ്സൈറ്റ്സിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തു. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ കരിയർ വെബ്സൈറ്റ്സ് ഉണ്ട്. അത് ഒത്തിരി അവർ തന്നെ കുറേ ഓപ്പർച്യൂണിറ്റീസ് തരും. അവിടെയൊക്കെ എല്ലായിടത്തും റെസ്യൂമേ അപ്ലൈ ചെയ്തു. പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്റർവ്യൂ കോൾസ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ ഈ സെയിം ഫീൽഡ് കിട്ടാൻ ഒരുപാട് നാള് കാത്തിരിക്കേണ്ടി വന്നില്ല അല്ലേ? ഒരു 1.5 month. അപ്പോൾ അത് അങ്ങനെ പൊതുവെ കുറച്ച് പേർക്ക് കിട്ടും, എന്നാലും ഒരുപാട് പേർക്കൊന്നും ഞാൻ അങ്ങനെ എൻ്റെ അറിവിൽ കിട്ടിയിട്ടില്ല അങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പം എന്താ പറയുക, ഒരു നമ്മൾ എഫേർട്ട് ഇടേണ്ട വന്നല്ലേ, നല്ലൊരു എഫേർട്ട് നമ്മുടെ റെസ്യൂമേ ആയാലും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ആയിട്ടല്ലേ. പിന്നെ ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? ഉണ്ടായിരുന്നോ? നല്ല ടഫായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നോ? നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്യുന്ന ഇന്റർവ്യൂസ് കാണുമല്ലോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ടഫായിരുന്നു. ഇന്റർവ്യൂ 3 റൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ റൗണ്ടിലും ഓരോ ആൾക്കാരാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. HR റൗണ്ട് ഉണ്ടായിരുന്നു, ടെക്നിക്കൽ റൗണ്ട്സ് 1-2 ഉണ്ടായിരുന്നു, ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നോർമൽ പ്രൊസീജിയർ തന്നെയാണ്. പിന്നെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയത് ഒത്തിരി ടെക്നിക്കൽ ഡെപ്തിലേക്ക് ഇവർ പോകുന്നുണ്ടായില്ല. അത് ഞാൻ ശ്രദ്ധിച്ചത് UK ഞാൻ 2-3 ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാത്തും ഒത്തിരി ടെക്നിക്കൽ ഡെപ്തിനേക്കാളും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയാണ് കൂടുതൽ അവർ ചെക്ക് ചെയ്യുന്നത്. ആ കൾച്ചറായിട്ട് അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആയിട്ട് അവർ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ജോബൊക്കെ 1 month കിട്ടില്ല, അവിടെ തന്നെ പാർട്ട് ടൈം കണ്ടിന്യൂ ചെയ്തു അല്ലേ? പിന്നെ സ്റ്റഡീസ് പ്ലസ് ഈ ഒരു പാർട്ട് ടൈമും ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഇപ്പം കറന്റ് സ്റ്റേജ് എങ്ങനെയാണ്? കോഴ്സൊക്കെ ഇപ്പം ഫിനിഷ് ചെയ്തില്ലേ? കോഴ്സ് കഴിഞ്ഞു, സെപ്റ്റംബർ 2022 കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ ഫുൾ ടൈം ആയിട്ട് ഇതേ കമ്പനി തന്നെ എനിക്ക് സ്പോൺസർഷിപ്പും കിട്ടി അല്ലേ? സ്പോൺസർഷിപ്പ് കിട്ടി. കോഴ്സ് കഴിയാൻ നേരത്ത് തന്നെ അവർ സ്പോൺസർ ചെയ്തു. ഞാൻ ഫുൾ ടൈം ആയിട്ട് കയറി ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു ഫുൾ ടൈം. അത് അപ്പം ഈ സ്പോൺസർഷിപ്പ് കിട്ടും നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇതിപ്പോൾ കയറിയ സമയത്ത് അവരിങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെങ്ങനെയായിരുന്നു അത്? അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അവർ നമ്മളെ പ്രൊബേഷൻ പോലെ അനലൈസ് ചെയ്യാണ്. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അവർ ഒരുവിധം എന്നോട് സൂചിപ്പിച്ചിരുന്നു ഗ്രാജുവേഷൻ കഴിഞ്ഞ് എന്താ പ്ലാൻ. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിൽക്കാന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് അവർ ഒരു ഏകദേശം 2-3 മാസമായപ്പോൾ തന്നെ അവർ പറഞ്ഞു ലൈക്ക് കോഴ്സ് കഴിയണതിന് മുന്നേ തന്നെ നമുക്ക് സ്പോൺസർഷിപ്പിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ പറഞ്ഞു.
കോഴ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു. പ്രയോറിറ്റി തന്നെ അവർ അപ്ലൈ ചെയ്തു. ഒരാഴ്ചക്കകം വിസ കിട്ടി. അപ്പോൾ ഈ വിസയായിട്ടുള്ള ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിസ സ്പോൺസർ ചെയ്ത സമയത്ത് ഇപ്പം അവർ തന്നെയാണോ നമ്മുടെ വിസ ഫീസും കാര്യങ്ങളും ഫുൾ ചെയ്തത്? നമുക്ക് എന്തെങ്കിലും ചിലവ് വേണ്ടി വന്നിരുന്നോ? എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തന്നെയാണ് എടുത്തത്. ഫുള്ള് വിസയുടെ ഫീസും എന്നെ മറ്റേ മെഡിക്കൽ ഫീസും പിന്നെ പ്രയോറിറ്റിക്ക് എക്സ്ട്രാ ഒരു 500 pounds ആയി, അതും അവർ തന്നെയാണ് ഇട്ടത്. ഒരു 3000 pounds ആയി, അത് മൊത്തം അവർ തന്നെയാണ് ഇട്ടത്. അപ്പം ഫുള്ള് ഫീസും അതായത് ഫുൾ വന്ന ചെലവും അവരെടുത്ത് നമ്മുടെ സീറോ ചെലവാണല്ലേ? നമുക്ക് സീറോ ചെലവ്. അപ്പം ഒരാഴ്ചക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ ഇതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് UK വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രൊഫഷണൽ കോഴ്സസ് എടുത്തു വരുന്ന ആളുകളുണ്ട്. നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുണ്ടാവാം, അല്ലാത്തവരുണ്ടാവാം. അപ്പം എനിക്ക് തോന്നുന്നു കഷ്ടപ്പെടുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ, ട്രൈ ചെയ്യുന്നവർക്ക്. ഇപ്പം നമ്മൾ വെറുതെ വീട്ടിലിരുന്നിട്ട് ഒന്നും അപ്ലൈ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ചെയ്ത് അങ്ങനെ പോകേണ്ടതായിട്ട് വരും. അപ്പം ഷൈൻ എന്തായാലും അപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര കമ്പനീസിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഏകദേശം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഒത്തിരി കമ്പനീസ് അപ്ലൈ ചെയ്തു. എനിക്ക് എക്സാക്ട്ലി എത്രയാണെന്ന് അറിയില്ല. ഞാനൊരു 19-60 കമ്പനിയുടെ അടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്റർവ്യൂസ് ആദ്യത്തെ ഒരു 3-4 ഇന്റർവ്യൂ തന്നെ എനിക്ക് ജോലി സെറ്റായി. കാരണം വെച്ച് കഴിഞ്ഞാൽ 60 എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇതാണ്. കാരണം 1.5 month അല്ലേ നമ്മൾ ഇരുന്നുള്ളൂ, അതിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ആ സമയത്ത് അത്രയും എഫേർട്ട് ഇട്ട് ആ ഒരു ടൈമിൽ അപ്ലൈ ചെയ്ത് നമുക്ക് എന്തായാലും ഫൈനലി സക്സസ്ഫുള്ളി കിട്ടി അല്ലേ? അപ്പോൾ സീറോ ചെലവിൽ കിട്ടി. അതാണ് ഒരു നല്ല അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും തീർച്ചയായിട്ടും, അപ്പോൾ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വരുന്ന കോഴ്സ് നമ്മൾ അതിപ്പോൾ നമ്മൾ ഷൈനോട് തന്നെ ചോദിച്ചറിയാം കേട്ടോ. അപ്പോൾ സ്റ്റുഡൻസ് വരുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് UK വരുമ്പോഴത്തേക്കിനും? അതെ, ഫസ്റ്റ് അവരുടെ ഇഷ്ടമുള്ള കോഴ്സ് അവർ തന്നെ സെലക്ട് ചെയ്ത് അതിൻ്റെ മോഡ്യൂൾസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് എന്തോരം സാധ്യതകൾ UK ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. പിന്നെ സെക്കൻഡ്ലി നമുക്കൊരു ഷോർട്ട് കട്ട് എന്നല്ല, ഒരു ബെസ്റ്റ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ ഫീൽഡിൽ തന്നെയുള്ള നമ്മളെന്തായാലും അൾട്ടിമേറ്റ്ലി നമ്മൾ ലിങ്ക്ഡിനോ ഇൻഡീഡോ അങ്ങനെയുള്ള വെബ്സൈറ്റ്സ് കൂടെ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ കോഴ്സിന് വേണ്ട സ്കിൽ സെറ്റ്സ് നമ്മൾ ലിങ്ക്ഡിനിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതേ ജോബ് റോൾസ് കിട്ടും. അതിനകത്ത് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുവിധം കുറേ ജോലികളാണെങ്കിൽ ആ മോഡ്യൂൾസ് സെലക്ട് ചെയ്യുക, അങ്ങനെ കുറച്ച് സ്ട്രാറ്റജീസ് എടുക്കുക. പിന്നെ റെസ്യൂമേ നേരത്തെ പ്രിപ്പയർ ചെയ്യുക. റെസ്യൂമേ ഓൺ ദ ഗോ കോഴ്സ് കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിക്കരുത്. അത് നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ പാടില്ല അല്ലേ? കോഴ്സിന് നമ്മൾ വരുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം. ഒരു വർഷം സ്ട്രഗിൾ ആണെന്നുള്ള രീതിയിൽ തന്നെ വരണം. നമ്മൾ എന്തായാലും ഒത്തിരി കാശ് കൊടുത്ത് ടൈം കളഞ്ഞ് വരുന്ന ഒരു പരിപാടിയാണല്ലോ. അതെ. അപ്പം ലിങ്ക്ഡിൻ, അപ്പം നമ്മളിപ്പം സോഷ്യൽ നെറ്റ്വർക്കുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക്ഡിൻ ഒരു നല്ലൊരു മീഡിയ ആണ് അല്ലെ, ജോബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ ഇൻഡീഡ് ഒക്കെയാണ് നമ്മളെ മേജറായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സൈറ്റുകൾ. പിന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി മൈ കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് വേറെ ഹാൻഡ് ഷേക്ക് ആയിരുന്നു. അപ്പം അവിടെയൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അപ്പം നമ്മൾ എന്താണ് എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്ത് എന്തെങ്കിലും വരുന്നുണ്ടോ ജോബ് റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്റ്റീവായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പ്രിപ്പയർ ചെയ്യുക അല്ലേ? പ്രിപ്പയർ ചെയ്യുക. പിന്നെ റെസ്യൂമേ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളൊരു മോഡ്യൂൾ ചെയ്തു, അതിനകത്ത് ഒരു സ്പെസിഫിക് സ്കില്ല് കിട്ടി, അപ്പോൾ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ ന്യൂ റെസ്യൂമേ ആയിരിക്കണം നമ്മൾ പിന്നീട് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒരു മെയിൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ജോബ് ഹണ്ടിങ്ങിന് നമ്മുടെ സ്കിൽ സെറ്റ്സ് എല്ലാം നമ്മൾ റെസ്യൂമേയിൽ ഇടുമല്ലോ. അപ്പോൾ നമ്മൾ ലിങ്ക്ഡിനിലും ഇൻഡീഡിലും ഒക്കെ നമുക്ക് വേണ്ട ജോലിയുടെ കുറച്ച് കീ സ്കിൽസ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് UK വന്ന് ചെയ്യണമെന്നില്ല. ബിക്കോസ് ലിങ്ക്ഡിനും ഇൻഡീഡും അങ്ങനത്തെ എല്ലാ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റ്സ് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്. നമുക്ക് അപ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫോക്കസ് കിട്ടും, എന്തൊക്കെ മോഡ്യൂൾസ് ചൂസ് ചെയ്യണം, എന്തൊക്കെ കോഴ്സസ് എടുക്കണം എന്നുള്ളത്. പിന്നെ അഡീഷണലി ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ കോഴ്സസ് ഇപ്പോൾ യുഡെമിയിലോ അങ്ങനെ എന്തെങ്കിലും കോഴ്സസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും ഉപകാരപ്പെടും. അപ്പോൾ കീവേഡ്സ് നമ്മൾ ലിങ്ക്ഡിൻ സെർച്ച് ചെയ്യുക, എന്തൊക്കെയാണ് ജോലികളെന്ന് തപ്പുക, എന്നിട്ട് ആ ജോലികളിലെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ ആ സ്കിൽസ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. നമ്മൾ റെസ്യൂമേയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിനും അത് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഫോളോ ചെയ്തത്. ഇത് തന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സും ഫോളോ ചെയ്തു. ഞാനിപ്പോൾ വരുന്നവരോടും ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും എൻ്റെ അറിവിൽ ജോലി ആയിട്ടുണ്ട്, അതേ ഫീൽഡിൽ തന്നെ എൻ്റെ കൊളീഗ്സിനും എല്ലാവർക്കും.
അപ്പോൾ ഇതൊരു കീ ടെക്നിക്ക് തന്നെയാണല്ലേ ഇത്? ഇതൊരു കീ ടെക്നിക്കാണ്. ഇത് നാട്ടിൽ തന്നെ കുറെ പേര് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ UK ചെയ്യുമ്പോൾ നമുക്ക് ആ മാർക്കറ്റ് എന്താണെന്ന് കുറച്ചും കൂടി നമുക്ക് നേരത്തെ അറിയാൻ പറ്റും, അഡ്വാൻസ് ആയിട്ട്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ സർപ്രൈസ്ഡ് ആവില്ല, അതാണ് എനിക്ക് തോന്നിയ കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലാംഗ്വേജ് ഇപ്പം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഇവിടെ എന്തായാലും ബേസിക് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആണല്ലോ. അപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർ വിചാരിക്കാറുണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇംഗ്ലീഷും കാര്യങ്ങളും, അപ്പം നമുക്ക് പിടിച്ച് നിൽക്കാനേ പറ്റില്ല. കാര്യം ടെക്നിക്കലി ഒക്കെ നമ്മൾ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരിക്കും, പക്ഷേങ്കിൽ നമുക്ക് പ്രൊഫഷണലി വരുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് ഷൈന് എന്താണ് പറയാനായിട്ടുള്ളത്? ഇംഗ്ലീഷ് എന്തായാലും നമ്മൾ കുറച്ച് അറിഞ്ഞു തന്നെ ഇരിക്കണം, കാരണം നമ്മൾ എന്തായാലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വരുമ്പോൾ അറിയണം. കാരണം അതൊരു വലിയ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഇന്റർവ്യൂസിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും പേഴ്സണാലിറ്റിയും കുറച്ച് അസസ് ചെയ്യുക, മോർ ദാൻ ടെക്നിക്കൽ സ്കിൽസും വേണം, ഇല്ലയെന്നല്ല. ബട്ട് അതും ഒരു ആസ്പെക്റ്റാണ്. ഇന്ത്യയിൽ അങ്ങനെ അത്രയും ഫോക്കസ് ഇല്ല പേഴ്സണാലിറ്റിയിലും ബിഹേവിയറിലൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ മലയാളികൾ മാത്രമായിട്ട് നടക്കാതെ കുറച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റി കാണുന്ന പല പല കൺട്രീസിലുള്ളവരായിട്ടും സംസാരിച്ച് നമ്മൾ ആ ഒരു ലാംഗ്വേജ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും നല്ലതെന്ന്. എനിക്ക് നമുക്ക് പലർക്കും നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, പക്ഷേ നമുക്കൊരു ഫിയർ അല്ലെ ആളുകളോട് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് അല്ലേ, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്നൊക്കെ വേണേൽ പറയാം. സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് പറയാം. ഈ പാർട്ട് ടൈം ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ വൈറ്റ് സൈഡായിരിക്കും കൂടുതൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഷോപ്പിലാണെങ്കിലും നമ്മൾ എന്ത് പാർട്ട് ടൈം ആണെങ്കിലും ഒരുവിധം വൈറ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന പാർട്ട് ടൈംസ് എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവിടെ വർദ്ധിക്കും. പിന്നെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കുറച്ചുകൂടി എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാനാണ് വന്നത്. നമ്മൾ പുതിയൊരു കൾച്ചറിലേക്ക് വരുമ്പോൾ നമ്മൾ അതായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരുമായിട്ട് സംസാരിക്കുക. അപ്പം ഇപ്പോൾ ഷൈൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം PSW ഒന്നും വേണ്ട, ഡയറക്റ്റ് വർക്ക് വിസയിലേക്ക് മാറി. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ PSW നമ്മളൊരു എക്സ്ട്രാ കോസ്റ്റ് ഒക്കെ കൊടുത്തെടുക്കണമല്ലോ. അപ്പോൾ കംപ്ലീറ്റ്ലി സേഫ് സോൺ ആയി UK വന്നിട്ടല്ലേ നമ്മൾ സോഫാർ ഇത്രയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ തന്നെ. അപ്പം ഇനിയിപ്പം ഒരുപാട് സ്റ്റുഡൻസ് എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് ഇവിടെ വന്നു ഓൾറെഡി, ഇനി വരാനായിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്താണ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഒരു ഓവറോൾ ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും സ്റ്റുഡൻസിനോട് ഷൈൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒന്ന് സമ്മറൈസ് ചെയ്ത് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ ഷൈൻ്റെ ഒരു ഓവറോൾ നാളത്തെ ഒരു ഇത് വെച്ചിട്ട്? ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അൾട്ടിമേറ്റ്ലി കരിയറിന് ഫോക്കസ് ചെയ്താണ് വരേണ്ടത്. പിന്നീടുള്ള എല്ലാം നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ ഒത്തിരി ടൈം നമ്മൾ എൻജോയ്മെന്റിന് സ്പെൻഡ് ചെയ്യാൻ നോക്കാതെ ആ ഒരു വർഷം മാക്സിമം ഒരു വർഷം ഇത്തിരി നമ്മൾ കരിയർ ഫോക്കസ് ചെയ്ത് റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്ത് ജോലികൾക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ പേഴ്സണാലിറ്റി എല്ലാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നോക്കുന്ന ഒരു വർഷം നമ്മൾ അക്കാഡമിക്കലി മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മൾ ഓവറോൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യുക. അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺസ്. പിന്നെ സെക്കൻഡ്ലി നമ്മൾ പഠിത്തത്തിലും ഫോക്കസ് ചെയ്യണം. പാർട്ട് ടൈം മാത്രമല്ല, നമ്മൾ പാർട്ട് ടൈം മാത്രമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ അസൈൻമെന്റ്സ് ഒക്കെ നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുത്ത് ചെയ്യും. അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യരുതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നമ്മൾ തന്നെ ചെയ്യണം, എന്നാലാണ് നമ്മൾ പഠിക്കുക. എനിക്ക് തോന്നുന്നു അതൊരു മെയിൻ ഫാക്ട് ആണ് അല്ലേ? അതെ, ഞാനെല്ലാം തന്നെ ചെയ്തിരുന്നത്. ഈവൻ ദോ എനിക്ക് സമയം വളരെ കുറവായിരുന്നു, എന്നാലും നമ്മൾ പഠിക്കാനാണല്ലോ വന്നത്. അപ്പം നമ്മൾ അതിൽ ഫുൾ എഫേർട്ട് അല്ലേ, നമ്മൾ സിൻസിയർ ആയിട്ടുള്ള ഫുൾ എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടൈം എടുക്കുമായിരിക്കും. ഇപ്പോൾ ഷൈനിന് ഇപ്പോൾ 1.5 മാസം കൊണ്ട് സെയിം ഫീൽഡ് പാർട്ട് ടൈം കിട്ടി. ചിലപ്പം കുറച്ച് പേർക്ക് പാർട്ട് ടൈം നമ്മുടെ സെയിം ഫീൽഡിൽ കിട്ടുന്നുണ്ടാവില്ല, എന്നാലും വർക്ക് വിസയിലേക്കൊക്കെ എത്താൻ പറ്റുന്നുണ്ട് പല സ്റ്റുഡൻസിനും. അപ്പം നമ്മുടെ ടൈം കൊടുക്കുക, ഒരു 1 ഇയർ സ്ട്രഗിൾ ചെയ്യുക അല്ലേ. ഓവറോൾ അങ്ങനെയാണ്, സ്ട്രഗിൾ ചെയ്താലും എഫേർട്ട് ഇടുന്ന ആളുകൾക്ക് ഇവിടെ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു സക്സസ് സ്റ്റോറിയാണ് നമ്മുടെ ഷൈൻ എന്ന് പറയുന്നത്. അപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ UK വന്ന സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന സ്റ്റുഡൻസ് ആയാലും ഇതുപോലെ ആളുകൾ നമ്മളോട് നല്ല നല്ല കാര്യങ്ങൾ ഇപ്പം എക്സ്പീരിയൻസ് പറയുമ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ റെസ്യൂമെ നാട്ടിൽ നിന്ന് വരുമ്പം വരാനിരിക്കുന്ന ആളുകൾക്ക് പ്രിപ്പയർ ചെയ്യാം. പിന്നെ സെൽഫായിട്ട് വരുന്ന സമയം തന്നെ ഒന്ന് റിസർച്ചൊക്കെ ചെയ്ത് ഇൻ്റർവ്യൂസിനൊക്കെ കൊടുക്കും. ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ട്. നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. നമ്മൾ ഒരു എന്താ പറയുക, ഒരു വൺ ഷോട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നിന്നാൽ മതി. അപ്പം UK സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു, നമ്മുടെ കോഴ്സ് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ പാർട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയിം ഫീൽഡിൽ തന്നെ പാർട്ട് ടൈം കിട്ടി. അതുപോലെ തന്നെ സെയിം ഫീൽഡിൽ ഫുൾ ടൈം ആയി. പിന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് വിസ, എല്ലാവരുടെയും എയിം ആയ വർക്ക് വിസ അല്ലെ Tier 2, അത് നമ്മുടെ സെയിം ഫീൽഡിൽ തന്നെ കിട്ടിയ ഒരാളാണ് ഷൈൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാ സ്റ്റുഡൻസിനായാലും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള ആളുകൾക്കൊക്കെ ആയാലും വളരെ യൂസ്ഫുൾ ആകുന്ന ഇൻഫർമേഷനാണ്.
അപ്പോൾ ഷൈൻ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഏത് ഫീൽഡിലായാലും നമുക്ക് കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെയും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ യു കെയിലേക്ക് വരിക. നിങ്ങൾക്കും തീർച്ചയായിട്ടും സക്സസ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഷൈൻ എന്തായാലും സേഫ് സോണായി, വർക്ക് വിസയൊക്കെ ആയി. ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. കല്യാണമൊക്കെയാണ് ആളുടെ. അപ്പോൾ നമ്മൾ LS ടോക്സിൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിൽ തന്നെ ടയർ 2 വിസേൻ്റെയും അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ വിവാഹമംഗള ആശംസകളും ഒക്കെ നേരെയാണ്. കൺഗ്രാറ്റ്സ്. അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോകളിൽ വീണ്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വ്ളോഗ്സുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്കൊക്കെയും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.